പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഈ ചാനലിൽ സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻ വലുതായിട്ട് പരിചയപ്പെടുത്താറില്ല. അത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോറേജ് പ്രശ്നങ്ങളും സെറ്റ് ഹാങ് ആവും, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ ആപ്ലിക്കേഷൻ ഇല്ലാതെ പലതും ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. പക്ഷെ എന്നാലും ചില ആപ്ലിക്കേഷൻ നമുക്ക് അത്യന്താപേക്ഷിതമായതിന്റെ പേരിൽ ഞാൻ നല്ല ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇത് പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ആപ്പ് ലോക്ക് ആണ് കേട്ടോ. ഇത് ഞാൻ പരിചയപ്പെടുത്താൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ ആപ്പ് ലോക്കിന്റെ ഓപ്ഷൻ ഇപ്പോഴുള്ള ഫോണുകളിലെല്ലാം സാധാരണ ഉണ്ട്. പക്ഷെ ചില ഫോണുകളുടെ ആ സെറ്റിംഗ്സ് ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ആപ്പ് ലോക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫിംഗർ പ്രിന്റ് കൊണ്ടാണ്, നമ്മളെ ഫിംഗർ കൊണ്ടാണ് ഇത് ലോക്ക് അളക്കുന്നത്. എന്തായാലും അത് എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫസ്റ്റ് കമന്റിൽ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. എന്തായാലും എപ്പോഴും പറയും പോലെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ അവർക്കത് അറിയില്ലായിരിക്കും, അവർക്കതൊരു ഉപകാരമായി മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് ആപ്പ് ലോക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓൾറെഡി ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അതിൽ തന്നെ ടിക്ക് മാർക്ക് കാണും. അത് നമ്മളൊന്ന് ടിക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ നെക്സ്റ്റ് അടിച്ചു പോവുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളിത് ഇങ്ങനെ പരസ്യങ്ങൾ വരും, നമ്മളതിനെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഒരു പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ അതിനൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തു. അത് കൺഫേം ചെയ്യാൻ വേണ്ടി രണ്ടാമത് നമ്മൾ വീണ്ടും ആ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ ആയി. ഒരു പെർമിഷൻ വരെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ലോക്ക് ചെയ്യേണ്ടത് അത് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഗ്രാൻഡ് നൗ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഈ ആപ്ലിക്കേഷൻ നെയിം ഇവിടെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഗ്രാൻഡ് നൗ എന്ന് വീണ്ടും വരും. നമ്മൾ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മളതിനെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഞാനിപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഫേസ്ബുക്ക് ഞാനിപ്പോൾ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഏത് ആപ്ലിക്കേഷൻ ഇതുപോലെ നമുക്ക് ലോക്ക് ചെയ്യാം കേട്ടോ. അതാണോ ഇതുപോലെ ലോക്ക് ചെയ്യാം. ഇതിപ്പോൾ ആപ്ലിക്കേഷന്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ ഹോം ബട്ടണിൽ പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ വന്നതിന് ശേഷം ഞാൻ ഇനി ഫേസ്ബുക്ക് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഒന്നി ഫിംഗർ കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഇതുപോലെ കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുകയുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ സെറ്റിംഗ്സിൽ ഈ ആപ്പ് ലോക്ക് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ ഇത് വളരെ നന്നായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഇത് കുറച്ചു നേരം ഞാൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഉപയോഗിക്കാൻ കണക്കിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. നിങ്ങൾ ആവശ്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തിത്തരാം. ഗുഡ് ബൈ. MK ചോയ്സ്.